100 കോടിൻ്റെ ബാങ്കിലിട്ടാലും കിട്ടാത്തൊരു ലഹരി, ഒരു സുഖം, സന്തോഷം ഞാൻ ആസ്വദിക്കുക. അങ്ങനെ എത്രയോ അനുഭവമുണ്ട്. കാരണം ഞങ്ങൾ പട്ടിണിക്കാലം അനുഭവിച്ച, അവഹേളനങ്ങൾ അനുഭവിച്ച, വീടില്ലാത്ത അവസ്ഥ അനുഭവിച്ച, ചോറ് നിൽക്കുന്ന വീട്ടിൽ കിടന്ന് കടം വന്ന് ഇപ്പോൾ വീടും 10 സെൻറ്റും വിറ്റിട്ട് കോട്ടക്കലാര്യവസാല വാര്യസാറാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഇതിൽ ഞങ്ങൾക്കൊരു എനർജിയാണ്, ഒരു വല്ലാത്ത ലഹരി. കാരണം സത്യത്തിൽ ഏറ്റവും നഷ്ടമില്ലാത്തൊരു കച്ചവടം ദുനിയാവിൽ മറ്റുള്ളവനെ ചേർത്ത് പിടിച്ചുമ്പോൾ സഹായിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് നിന്ന് വരുന്ന ആ സന്തോഷം, അതൊരു വല്ലാത്ത ലാഭം കിട്ടുന്ന ബിസിനസ്സാണ്. അപ്പോൾ ഈ ഓട്ടം ഓടി ഓടി സഹായിച്ചുകൊണ്ട് മരിക്കുന്ന അന്ന് പോലും പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടുള്ള ആ സന്തോഷം ആസ്വദിച്ച് പോണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാം ഒലിച്ചു പോയപ്പോൾ ബാക്കിയായ കുറേ ജീവിതങ്ങളുണ്ട്. അവരിൽ ചിലർക്കൊക്കെ ഇവിടെ വീടൊരുങ്ങുന്നുണ്ട്. ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ഞങ്ങളെ ഏട്ടൻ്റെ മോൻ്റെ വിവാഹം നിക്കാഹ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ നീട്ടുക. കാരണം എല്ലാവരോടും ഞങ്ങൾ വിവാഹ സൽക്കാരത്തിനൊക്കെ വിളിച്ചിരിക്കണം എല്ലാവരും. പക്ഷെ അതൊക്കെ എല്ലാവരും വിളിച്ച് പറയാനുള്ള ഒഴിവാക്കിക്കാളി ഒരു 3 വീട് നമ്മളെ വക പെട്ടെന്ന് വർക്ക് തുടങ്ങിക്കോ, അതിന് പൈസ എത്ര ചെയ്യും അയച്ചു തരാമെന്നുള്ള ഓഫറാണ് അലിമൊയ്തി എന്ന് പറഞ്ഞ എൻ്റെ ഏട്ടന് ഓഫർ തന്നത്. അങ്ങനെ പ്രഭാകരേട്ടനും അച്ചായനും ഉമ്മച്ചിയുമൊക്കെയായി സഹായിക്കാൻ വേറെയും ആളുകൾ ഒപ്പമെത്തി. ഹേമ ചേച്ചി പറഞ്ഞാൽ ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങളൊരു പെങ്ങളുണ്ട്, അവരെ വകതിലേക്ക് മാനു എന്നെ കൊണ്ട് ചൂല തരാൻ കഴിയാൻ ഞാൻ ചൂല് തരാം എല്ലാ പേരേക്കും. ഉമ്മച്ചി പറഞ്ഞൊരു ഉമ്മച്ചിണ്ട്. ആ ഉമ്മച്ചിൻ്റെ വക എല്ലാ വീട്ടിലും പിന്നെ ഓരോ ഫാനും, കാരണം അച്ചായന്മാരെ വക നമുക്ക് ഓരോ ഫാൻ ഉണ്ടല്ലോ, ഓരോ ഫാനും, പിന്നെ ഗ്യാസിൻ്റെ അടുപ്പ്, പിന്നെ കുക്കറ്, പിന്നെ നമ്മുടെ ജ്യൂസ് മെഷീന്, എല്ലാ സാധനങ്ങളും ഓരോ മനുഷ്യസ്നേഹികളും നമ്മുടെ ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാ മാനു ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങളൊരു കൂടപ്പറപ്പുണ്ട്, കൊടുമുടി ഉള്ള ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ, അതിലേക്കൊരു 14 ഫാന് എൻ്റെ വക എൻ്റെ കുട്ടിയായി മേടിച്ച് കണ്ട് കൊണ്ടുകൊടുക്കണം. അത് ഏത് ഐറ്റംസ് ആയാലും മുന്തിയ ഐറ്റംസ് മേടിക്കണം എന്നാണ്. അങ്ങനെ ദാസേട്ടനും പ്രഭാകരേട്ടനും പിന്നെ ഉമ്മച്ചിയും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്ത ടെഡി ബിയർ. ഷോബിനെ പോലെ തൊഴിലാളി ലയങ്ങളിൽ താമസിച്ചിരുന്ന കുറച്ചു പേർക്കാണ് വീട് വെച്ച് നൽകുന്നത്. ദുരന്തബാധിതരുടെ കണക്കാക്കിയുള്ള 402 കുടുംബമാണ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. ബാക്കി ലയത്തിൽ താമസിക്കുന്ന ഒരാളെയും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. മാനുക്കൊക്കെ വീട് വെച്ച് നൽകുന്നതിൽ കുറേ പേര് അർഹതപ്പെട്ടിട്ടുണ്ട്, ഞാനും അർഹതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മാനുക്കൊക്കെ തരുന്ന വീട്ടിൽ സന്തോഷമുണ്ട്. 73 വീടുകളാണ് ദുരിതബാധിതർക്കായി നൽകുന്നത്. ഏതാനും വീടുകളുടെ താക്കോലും നൽകി. ബാക്കി വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലും. അതിലിപ്പോൾ 41 വീടിൻ്റെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ച് ബാക്കിയുള്ള പണി സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ തീർന്ന ആദ്യം ഇതിൻ്റെ താക്കോൽദാനം എറണാകുളം ജില്ലാ മഹിളാ കൂട്ടായ്മ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അരുൺ കിഷോറിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്.